വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചാൽ പോരെ? അതല്ലേ നല്ലത്? ക്ഷേത്രത്തിൽ പോകണോ? യുവതലമുറയിൽ പലരും ഉന്നയിക്കുന്ന ഒരു സംശയമാണിത്. നമുക്ക് സൗകര്യമുള്ളപ്പോൾ നിലവിളക്കിൽ 2 or 5 തിരിയിട്ട് കൊളുത്തി കുറച്ച് പൂവും തുളസിയും വെച്ച് ചന്ദനത്തിരിയുടെ സമക്ഷം പ്രാർത്ഥിക്കുന്നവരാണ് ഏറെയും. ദേവപ്രീതിക്ക് ഇത്രയേ ആവശ്യമുള്ളൂ എന്ന് നമ്മുടെ മനസ്സ് പറയും. എന്നാൽ ഹിന്ദു കുടുംബങ്ങളിൽ പിറന്നവർക്ക് ഒരു നേരമെങ്കിലും വിളക്ക് വെച്ചില്ലെങ്കിൽ പ്രയാസം തന്നെയാണ്. പണ്ടേ കുടുംബത്തിൽ ശീലിച്ചു പോന്ന ഒരു സംസ്കാരത്തിൽ നിന്നും പിന്തിരിയാൻ മിക്കവർക്കും മടിയുണ്ട്. പ്രാർത്ഥിക്കാൻ ചിലപ്പോൾ സാധിക്കാറില്ല, ചില നേരം മനസ്സിനെ ഏകാഗ്രമാക്കാനും സാധിക്കാറില്ല. എന്നാലും വിളക്ക് വയ്ക്കാൻ മറക്കില്ല. ക്ഷേത്രത്തിൽ പോകാൻ മടിയാണ്. ദേഹശുദ്ധി വരുത്തണം, വൃത്തിയുള്ള വസ്ത്രം ധരിക്കണം, ചെരുപ്പ് ക്ഷേത്രത്തിന് പുറത്തിടണം, പുരുഷന്മാർ ഷർട്ടും ബനിയനും ഊരണം. കൂടാതെ നിശ്ചയ സമയത്ത് നടത്തുന്ന ദീപാരാധനയ്ക്ക് എത്താൻ സാധിക്കില്ല. പിന്നെ സ്ത്രീകളുടെ മാസമുറയും തടസ്സം ചെയ്യും. രാത്രിയിൽ വൈകി ഉറങ്ങുന്ന പുതുയുഗത്തിൻ്റെ സന്തതികൾ ഉണരുന്നത് സ്കൂളിലോ കോളേജിലോ ജോലിക്കോ കയറേണ്ട സമയത്തിന് തൊട്ടു മുമ്പാണ്. ക്ഷേത്രത്തിൻ്റെ മുന്നിലൂടെ പാഞ്ഞു പോകുമ്പോൾ ഒരു കൈയെടുത്ത് മാറോട് ചേർത്താലായി. ദൈവമേ രക്ഷിക്കണേ. പണ്ട് മുത്തശ്ശി പറയാറുണ്ട്, വെളുപ്പിനെ എഴുന്നേറ്റ് ക്ഷേത്രത്തിൽ പോയാൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ സാധിക്കും, ദീർഘായുസ് ലഭിക്കുകയും ആത്മാവിനും ബുദ്ധിക്കും ഉന്മേഷം കിട്ടുകയും ചെയ്യും, മനസമാധാനവും സന്തോഷവും ലഭിക്കും, നല്ലൊരു ജോലി കിട്ടാൻ പ്രാർത്ഥിക്ക്, ഒക്കെ നടക്കും. അപ്പോഴൊക്കെ തോന്നും, എന്തറിഞ്ഞിട്ടാണ് പാവം മുത്തശ്ശി ഇങ്ങനെയൊക്കെ പറയുന്നത്? ക്ഷേത്രത്തിൽ പോയാൽ എങ്ങനെ ജോലി കിട്ടാന്? ബുദ്ധി എങ്ങനെ വർദ്ധിക്കും? അവിടെ എന്താ ഉള്ളത്? വെറുതെ സമയം കളയാൻ പണ്ടുള്ളവർ കണ്ടുപിടിച്ച ഒരാചാരം. കഷ്ടം. ഒരു 100 വർഷം കൊണ്ട് നമ്മുടെ സമൂഹമാകെ മാറി. സയൻസും ടെക്നോളജിയും പുരോഗതി പ്രാപിച്ചതോടെ ജോലിക്കുള്ള അവസരങ്ങൾ കൂടി. അവസര സമത്വം അബലകളെ സബലകളാക്കി. പട്ടിണി മാറി, പണമുണ്ടായി. ആഗോളവൽക്കരണം പലർക്കും ആശ്വാസമായി. വിദേശ രാജ്യങ്ങളിൽ പോയി പഠിക്കാനും ജോലി ചെയ്യാനും അവസരങ്ങൾ ഉണ്ടായപ്പോൾ നമ്മുടെ സംസ്കാരത്തിലേക്ക് അന്യ സംസ്കാരങ്ങൾ കടന്നു വന്നു. ഭക്ഷണ രീതിയിലും വസ്ത്രധാരണ രീതിയിലും മാറ്റം വന്നു. വിശ്വാസങ്ങൾ മാറി. കൂട്ടുകുടുംബത്തിൽ നിന്നും അണുകുടുംബങ്ങൾ ജനിച്ചു. വൃദ്ധർ അനാഥരായി. ക്ഷേത്രം വരെ പോകാൻ സഹായികളില്ലാത്തതിനാൽ വീട്ടിൽ അല്ലെങ്കിൽ വൃദ്ധസദനങ്ങളിൽ തന്നെ ഇരുന്ന് പ്രാർത്ഥന നടത്തേണ്ട അവസ്ഥ വന്നു. പണ്ടുണ്ടായിരുന്ന വ്യായാമം ഇല്ലാതായി. ക്ഷേത്രം എന്ന ആശയത്തിന് പിന്നിൽ ശരീരശാസ്ത്രപരവും മനഃശാസ്ത്രപരവുമായ തത്വങ്ങളാണുള്ളത്. മനസ്സും ശരീരവും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് കേട്ടിട്ടുണ്ടോ? ജ്യോതിഷത്തിന്റെ ഭാഷയിൽ ക്ഷേത്രത്തെ ലളിതമായി ഒന്ന് വിശദീകരിക്കാം. ഭൂമിയെ 12 രാശികളായി തിരിച്ചിട്ടുണ്ട്. മേടം, ഇടവം, മിഥുനം, കർക്കടകം, ചിങ്ങം, കന്നി, തുലാം, വൃശ്ചികം, ധനു, മകരം, കുംഭം, മീനം ഇവയാണ് രാശികളുടെ മുറയ്ക്കുള്ള പേരുകൾ. എല്ലാ രാശിക്കും അധിപന്മാരുണ്ട്. ചൊവ്വ, ശുക്രൻ, ബുധൻ, ചന്ദ്രൻ, സൂര്യൻ, ബുധൻ, ശുക്രൻ, ചൊവ്വ, വ്യാഴം, ശനി, വീണ്ടും ശനി, വ്യാഴം ഇവരാണ് യഥാക്രമം 12 രാശിനാഥന്മാർ. സൂര്യനും ചന്ദ്രനും ഒഴിച്ച് മറ്റെല്ലാ ഗ്രഹങ്ങൾക്കും 2 രാശികളുടെ ആധിപത്യമുണ്ട്. രാശികളെ അഗ്നി, ഭൂമി, വായു, ജലം ഇപ്രകാരം പ്രത്യേകതകൾ അനുസരിച്ച് പിന്നെയും തിരിച്ചിട്ടുണ്ട്. മേടം, ചിങ്ങം, ധനു അഗ്നിരാശികളും, ഇടവം, കന്നി, മകരം ഭൂമി രാശികളും, മിഥുനം, തുലാം, കുംഭം വായു രാശികളും, കർക്കടകം, വൃശ്ചികം, മീനം ഇവ ജലരാശികളുമാകുന്നു. പറയാൻ പോകുന്ന സംഭവങ്ങളുടെ വ്യക്തതയ്ക്ക് വേണ്ടിയാണ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. കാലപുരുഷൻ മേടത്തിൽ തലയും മീനത്തിൽ പാദങ്ങളും വെച്ച് കിടക്കുന്നുവെന്നാണ് ജ്യോതിഷശാസ്ത്രത്തിൻ്റെയും വാസ്തുശാസ്ത്രത്തിൻ്റെയും സങ്കല്പം. 1ാം രാശിയായ മേടം അദ്ദേഹത്തിൻ്റെ തലയായി സങ്കല്പിക്കുന്നു. 2ാം രാശിയായ ഇടവം മുഖമാണ്. 3 മിഥുനം തോൾഭാഗവും 4 കർക്കടകം വക്ഷസ്സും ആകുന്നു. ഇപ്രകാരം 12 രാശിയും ഓരോ ശരീരഭാഗത്തെ സൂചിപ്പിക്കുന്നു. ഇതിൽ 4ാം രാശിയായ കർക്കടകം വക്ഷസ്സിനെയാണ് സൂചിപ്പിക്കുന്നത്.
വക്ഷസ് എന്നാൽ കാലപുരുഷന്റെ നെഞ്ച് അല്ലെങ്കിൽ മനസ്സിനെ സൂചിപ്പിക്കുന്നു. ജലരാശിയാണ് കർക്കടകം. അതുകൊണ്ട് തന്നെ വളരെ വൈകാരികതയും വിധേയത്വവുമുള്ള ചന്ദ്രന്റെ രാശിയാണത്. ചന്ദ്രൻ നാഥനായതിനാൽ വൃദ്ധിക്ഷയങ്ങളുണ്ട്. ചന്ദ്രന്റെ വൃദ്ധിക്ഷയങ്ങൾക്ക് പിന്നിൽ ഒരു കഥയുണ്ട്, അത് പറയാം. ദക്ഷൻ അദ്ദേഹത്തിന്റെ 27 പെൺമക്കളെയും സുന്ദരനായ ചന്ദ്രന് വിവാഹം കഴിച്ചു നൽകി. അവരാണ് അശ്വതി മുതൽ രേവതി വരെയുള്ള നക്ഷത്രങ്ങൾ. എന്നാൽ രോഹിണിയോട് ചന്ദ്രന് പ്രത്യേകമായ ഒരു ഇഷ്ടമുണ്ടായിരുന്നു. രോഹിണിയിൽ ചന്ദ്രൻ ഉച്ചനാകുന്നുണ്ടല്ലോ. ശനിയുടെ മാതാവായ ഛായയ്ക്ക് ചന്ദ്രന്റെ ഈ സ്വഭാവം ഇഷ്ടമായില്ല. അവർക്ക് ചന്ദ്രനോട് ദേഷ്യം തോന്നി. ആ കാരണത്താൽ ശനി ചന്ദ്രനെ ശപിച്ചു, നിനക്ക് വൃദ്ധിക്ഷയങ്ങൾ ഉണ്ടാകട്ടെ. കൂടാതെ ശനിയുടെ വീടായ മകരം കർക്കടകത്തിന്റെ 7ാം രാശിയിലാണ്. ശനി ഏതു നേരവും ചന്ദ്രന്റെ വീട്ടിലേക്ക് നോക്കിയിരിക്കുന്നതിനാൽ ചന്ദ്രൻ അസ്വസ്ഥനാണ്. ചന്ദ്രൻ ശനിക്ക് ശത്രുവായി. എന്നാൽ പാവം ചന്ദ്രനാകട്ടെ ആരോടും ശത്രുതയില്ല. കാലപുരുഷന്റെ ജാതകത്തിലെ 4ാം ഭാവം മനസ്സിന്റെയും ക്ഷേത്രത്തിന്റെയും സുഖത്തിന്റെയും സ്ഥാനം കൂടിയാണ്. മനസ്സ്, സുഖം, ക്ഷേത്രം എല്ലാം ഒന്ന് തന്നെ. ഇവയെല്ലാം നിയന്ത്രിക്കുന്ന ആൾ ചന്ദ്രനുമാകുന്നു. ഒരു ക്ഷേത്രത്തെ മനസ്സിലേക്ക് കൊണ്ടുവരൂ. സാമാന്യമായി അവിടെ എന്തെല്ലാം നമുക്ക് കാണാൻ സാധിക്കും? കൈകൂപ്പി നിൽക്കുന്ന ക്ഷേത്രഗോപുരം അല്ലെങ്കിൽ കവാടം, ഒരാൽമരം, അമ്പലക്കുളം, കൊടിമരം, നടക്കല്ലുകൾ, ധാരാളം വിളക്കുകൾ, മുഖ്യദേവത, ഉപദേവതകൾ, സോപാനം, ശ്രീകോവിൽ, ഇവയൊക്കെയല്ലേ പെട്ടെന്ന് ഓർമ്മ വരുന്നത്? ക്ഷേത്രത്തിലേക്ക് ചെന്നാൽ നാം എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? ആദ്യമായി ക്ഷേത്രക്കുളത്തിൽ പോയി ദേഹശുദ്ധി വരുത്തുക. പണ്ടൊക്കെ ക്ഷേത്രക്കുളങ്ങളിൽ കുളിച്ചിട്ടാണ് ദർശനം. വീട്ടിൽ നിന്ന് കുളിച്ചിട്ടാണ് വരുന്നതെങ്കിൽ ക്ഷേത്രക്കുളത്തിൽ കൈകാലുകൾ കഴുകിയ ശേഷം ദർശനം നടത്താം. പ്രധാന ദേവതയെ പ്രദക്ഷിണ വഴിയിലൂടെ തൊഴുതു കഴിഞ്ഞാൽ പിന്നീട് ഉപദേവതകളെ തൊഴണം. മനസ്സിന്റെ വിവിധ ഭാവങ്ങളുടെ പ്രതീകങ്ങളാണ് ആ വിഗ്രഹങ്ങൾ. ഊർജവും ഉന്മേഷവും നൽകുന്ന സുബ്രഹ്മണ്യൻ, വിജയത്തിന് പ്രേരണ പകരുന്ന ഹനുമാൻ സ്വാമി, തടസ്സങ്ങൾ നിൽക്കുന്ന ഗണപതി, മംഗളമരുളുന്ന ശിവൻ, കർമ്മോത്സുകത നൽകുന്ന വിഷ്ണു, ആത്മവീര്യം പകരുന്ന ദേവി, സന്തതി ഗുണത്തിന് നാഗദേവതകൾ, പ്രതിസന്ധികളിൽ തുണയാകുന്ന ശാസ്താവ്, ഇവയെല്ലാം വിശ്വാസവുമായി ബന്ധപ്പെട്ട മൂർത്തികളാണ്. മൂർത്തികളുടെ പ്രത്യേകതയനുസരിച്ച് പ്രദക്ഷിണത്തിന്റെ എണ്ണം കൂടുകയും കുറയുകയും ചെയ്യും. നമ്മുടെ പാദങ്ങളിലെ ഞരമ്പുകൾ പ്രദക്ഷിണം ചെയ്യുമ്പോൾ, കല്ലുകളിൽ അമരുമ്പോൾ ശരീരത്തിലെ രക്തസഞ്ചാരം അനായാസമാവുകയും പലതരം രോഗങ്ങളിൽ നിന്ന് മുക്തി ലഭിക്കുകയും ചെയ്യും. സൂര്യ നമസ്കാരവും സാഷ്ടാംഗ പ്രണാമവും ശയനപ്രദക്ഷിണവും ശാരീരിക അസ്വാസ്ഥ്യങ്ങളിൽ നിന്നും മോചനം നൽകി ആരോഗ്യത്തെ സംരക്ഷിക്കുന്നവയാണ്. ക്ഷേത്രം മനസ്സാണെന്ന് നേരത്തെ പറഞ്ഞു. അത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് പ്രപഞ്ചത്തിന്റെ പ്രതിരൂപമായിട്ടാണ്. വാസ്തുപുരുഷൻ പത്മാസനത്തിൽ ഇരിക്കുന്ന രൂപം സങ്കല്പിച്ചാണ് ക്ഷേത്ര നിർമ്മാണം. ക്ഷേത്രദീപങ്ങളെല്ലാം നക്ഷത്രങ്ങളുടെ പ്രതീകങ്ങളാണ്. ഇവയുടെ കേന്ദ്രസ്ഥാനത്താണ് മുഖ്യദേവത കൂടിയിരിക്കുന്നത്. ശ്രീലകം പ്രപഞ്ച കേന്ദ്രമായി കരുതുന്നു. ദീപാരാധന ചെയ്യുന്ന സമയത്ത് നമ്മുടെ മനസ്സ് ഏകാഗ്രമാകുന്നു. കൈകൾ കൂപ്പുന്നത് വക്ഷസ്സിലാണ്. പനിനീർ, ചന്ദനം, സാമ്പ്രാണി, കർപ്പൂരഗന്ധം, എള്ളെണ്ണ മണം, തുളസി തീർത്ഥം എല്ലാം കൂടിക്കലർന്ന് മനസ്സിനെയും ശരീരത്തെയും അഭൗമമായ ഒരു ആനന്ദത്തിലേക്ക് ഉയർത്തുന്നു. ഈ ഹർഷം നമ്മുടെ ബുദ്ധിയിലും സാരമായ ഉണർവിനെ പ്രദാനം ചെയ്യും. ഏകാഗ്രമായ പ്രാർത്ഥന മനസ്സിലെ ആഗ്രഹങ്ങളെ സജീവമാക്കുമ്പോൾ ബുദ്ധിയെ ലക്ഷ്യത്തിലെത്തിക്കുവാൻ ശരീരം തയ്യാറാവും. മനസ്സും ശരീരവും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നതിനാൽ മനസ്സ് തളർന്നാൽ ശരീരവും തളരും. മനസ്സിനെ പുനരുജ്ജീവിപ്പിക്കുന്നതിനുള്ള മാർഗമാണ് ക്ഷേത്രദർശനം. ഇതൊക്കെയാണ് പണ്ട് മുത്തശ്ശി പറഞ്ഞതിൻ്റെ പൊരുൾ. ക്ഷേത്രത്തിൽ നിന്ന് പോരും മുമ്പ് അവിടെ അല്പസമയം സ്വസ്ഥമായി ഇരിക്കണമെന്ന് മുത്തശ്ശി പറയാറുണ്ട്. പ്രാർത്ഥന കഴിഞ്ഞ് വിശ്രമിക്കുമ്പോൾ ശ്വസിക്കുന്ന ശുദ്ധമായ ജീവവായു നമ്മുടെ ശരീരത്തിന് നവജീവനും പ്രതീക്ഷയും നൽകും.
ജീവവായു യഥേഷ്ടം നൽകുന്ന ആൽമരങ്ങൾ ക്ഷേത്രവളപ്പിൽ പണ്ടേ വളർത്തുന്നത് ഇതിനു വേണ്ടിയാണ്. പലതരം അഭിഷേകങ്ങൾ നമ്മൾ ക്ഷേത്രങ്ങളിൽ കാണാറുണ്ട്. പലതരം പൂക്കൾ, കളഭം, ഭസ്മം, പനിനീർ, ഇളനീർ, പാൽ, നെയ്യ് മുതലായവ അഭിഷേകത്തിന് ഉപയോഗിക്കാറുണ്ട്. മനസ്സ് ദേവതാ വിഗ്രഹത്തിൽ അലിഞ്ഞു ചേർന്ന് നിൽക്കുന്ന ഭക്തിയുടെ നിമിഷങ്ങളിൽ ദേവത നമ്മളായി മാറുകയാണ്. അഭിഷേകങ്ങൾ മനസ്സിലാണ് സംഭവിക്കുന്നത്. ദർശനം മനസ്സിനെയാണ് തണുപ്പിക്കുന്നത്. കഴുകി ശുദ്ധമാക്കുന്നത് മനസ്സിനെയാണ്. ദേവാരാധന എന്നതിലുപരി മനസ്സിന്റെ വിമലീകരണത്തിന് ക്ഷേത്ര ദർശനം അനിവാര്യമാണെന്ന് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ജ്യോതിഷം എത്ര മനോഹരമായാണ് 4-ാം ഭാവത്തെ വിശദീകരിക്കുന്നത്. വീട്, സുഖം, ബന്ധുക്കൾ, അമ്മ, വിദ്യാഭ്യാസം, വാഹനം, ഭൂമി എന്നിവയും ഈ ഭാവം കൊണ്ട് ചിന്തിക്കാറുണ്ട്. മനുഷ്യനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാന ഭാവം 4-ാം ഭാവമാണ്. ഒരു പളുങ്കു പാത്രമാണ് ഈ രാശി. വളരെ സൂക്ഷിച്ചു വേണം കൈകാര്യം ചെയ്യാൻ. ഒരാളുടെ ജാതകത്തിൽ ചന്ദ്രൻ അനിഷ്ടഭാവങ്ങളിൽ നിൽക്കുകയോ ദോഷഗ്രഹങ്ങളുടെ ദൃഷ്ടിയോഗങ്ങളോടെ നിൽക്കുകയോ 4-ാം ഭാവത്തിൽ ദോഷഗ്രഹങ്ങൾ നിൽക്കുകയോ ദൃഷ്ടി ചെയ്യുകയോ ചെയ്താൽ മനസ്സ് കലുഷിതമാകാം. വൃദ്ധിക്ഷയങ്ങളുടെ രാശിയായതിനാൽ മാനസിക രോഗത്തിന് അടിപ്പെടാൻ സാധ്യതയുണ്ട്. ക്ഷേത്ര ദർശനം ഒരു പരിധിവരെ മനസ്സിനെ തുലനം ചെയ്യാൻ നമ്മെ സഹായിക്കും, ആപത്തുകളിൽ നിന്ന് രക്ഷിക്കും. ഇതിന് ദിവസവും ഒരു നേരം ക്ഷേത്ര ദർശനം നടത്തുന്നത് നന്നായിരിക്കും. ഭക്തി പോലെ നാം അറിയാതെ തന്നെ മനസ്സിനെ നിയന്ത്രിക്കാനുള്ള ശക്തി സ്വായത്തമാക്കുന്ന മറ്റേത് പ്രക്രിയയാണുള്ളത്? മനസ്സിന്റെ സമനില തെറ്റിയിട്ട് ചികിത്സിക്കുന്നതിനേക്കാൾ മനസ്സിനെ എപ്പോഴും ശീതളമാക്കി സൂക്ഷിക്കുന്നതല്ലേ നല്ലത്? ക്ഷേത്രങ്ങൾ ധാരാളം ഉണ്ടാകട്ടെ, മനഃശാന്തി ഉണ്ടാകട്ടെ. ക്ഷയം ത്രായതേ ഇതി ക്ഷേത്ര. നാശത്തിൽ നിന്ന് നമ്മെ രക്ഷിക്കുന്നതാണ് ക്ഷേത്രം. പലർക്കും ക്ഷേത്രാചാരങ്ങളോട് വെറുപ്പുണ്ട്. അതിന് കാരണം അനാവശ്യമായ പലതും ആചാരങ്ങളുടെ ഭാഗമായി വന്നു ചേരുന്നത് മൂലമാണ്. ചിലർ ചെയ്യുന്നത് മറ്റുള്ളവർ അനുകരിക്കാൻ ശ്രമിക്കുന്നു. ഭണ്ഡാരവഞ്ചിയിൽ പണമിടുന്നത് നിർബന്ധമായ കാര്യമല്ല. ക്ഷേത്ര പുനരുദ്ധാരണത്തിനായി നൽകുന്ന ഒരു സഹായം മാത്രമായി അതിനെ കാണാവൂ. വെടിവഴിപാട്, ആൾരൂപ വിൽപ്പന മുതലായവ വിശ്വാസിയെ അന്ധവിശ്വാസങ്ങളിലേക്ക് തള്ളിവിടും. ഒരു പ്രദേശത്തെ ജനങ്ങൾക്ക് സൗകര്യപൂർവ്വം ശാന്തമായി പ്രാർത്ഥിക്കാനുള്ള ഇടമാണ് ക്ഷേത്രം. ജനങ്ങൾ തിങ്ങി നിറയുന്ന ശബരിമലയിലും ഗുരുവായൂരിലും ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലും ആർക്കെങ്കിലും സ്വസ്ഥമായി പ്രാർത്ഥിക്കാൻ സാധിക്കുന്നുണ്ടോ? മണിക്കൂറുകളോളം വരിയിൽ നിന്ന് ശരീരവും മനസ്സും തളർന്ന് ശരീരമാകെ വിയർപ്പൊഴുക്കി പിന്നെ നമ്മെ മുന്നോട്ട് തള്ളിവിടാൻ ചില കിങ്കരന്മാരുണ്ട്. അവരുടെ വിളയാട്ടത്തിനിടയിൽ ഉന്തിലും തള്ളിലും പെട്ട് എന്ത് പ്രാർത്ഥിക്കാൻ? വിഗ്രഹം ഒന്ന് കാണാൻ കഴിഞ്ഞാൽ ഭാഗ്യമേ ഉള്ളൂ. ഇതേ ദേവതകൾ നമ്മളുടെ നാട്ടിലുണ്ടെങ്കിൽ അവിടെയാണ് പ്രാർത്ഥിക്കേണ്ടത്. നിങ്ങളുടെ നാടിനെ ഭരിക്കുന്ന ഭരദേവതകൾ അല്ലെങ്കിൽ പരദേവതകളാണ് അത്. ആ മൂർത്തികൾക്ക് മുമ്പിൽ സമാധാനത്തോടെ പ്രാർത്ഥിക്കുന്ന പുണ്യം മറ്റെങ്ങും കിട്ടില്ല. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താല്പര്യമുള്ള വിഷയം കമൻ്റായി നിർദ്ദേശിച്ചാൽ വീഡിയോ ചെയ്യാൻ ശ്രമിക്കുന്നതാണ്.